സൂപ്പർ സ്റ്റാർ കിം സെയോൺ കിം സേറോൺ വിവാദങ്ങൾക്ക് ശക്തി പകർന്ന് പുതിയ വെളിപ്പെടുത്തൽ. ഫെബ്രുവരിയിൽ കിം സേറോൺ മരിക്കുമ്പോൾ അവർ വിവാഹിതയായിരുന്നുവെന്നാണ് എന്റർടൈൻമെന്റ് പ്രസിഡന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അവതാരകൻ ലീ ജിൻ ഹോ അവകാശപ്പെടുന്നത്. കിം സെയോണിനെതിരായ ആരോപണങ്ങൾ വിളിച്ചെത്തു വരാതിരിക്കാൻ അവരുടെ കുടുംബം വിവാഹത്തിന്റെ വിശദാംശങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. കിം സേറോൺ ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കിയ ഒരു കൊറിയൻ അമേരിക്കക്കാരനെ ജനുവരിയിൽ വിവാഹം കഴിച്ചുവെന്ന യൂട്യൂബർ ലീ ജിൻ ഹോയുടെ അവകാശവാദം ഇതിനോടകം തന്നെ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. യുവാവിന്റെ മുഖം ബ്ലർ ചെയ്ത ഏതാനും ചിത്രങ്ങൾ മാരി എന്ന അടിക്കുറിപ്പോടെ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കിട്ടിരുന്നു. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ ആ ചിത്രങ്ങൾ അവർ പിൻവലിച്ചതായും അദ്ദേഹം പറയുന്നു. എന്നാൽ അടുത്ത സുഹൃത്തിനൊപ്പം നടത്തിയ ഒരു കോൺസെപ്റ്റ് ഷൂട്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമാണ് അവയെന്നാണ് നടിയുടെ ഏജൻസി വ്യക്തമാക്കുന്നത്. ഫോട്ടോകളെ കുറിച്ച് കിം സേറോനും മുൻ ഏജൻസി സ്റ്റാഫ് അംഗവും തമ്മിലുള്ള ശബ്ദ റെക്കോർഡിംഗും പുറത്തു വന്നിട്ടുണ്ട്. ഓഡിയോയിൽ വിവാഹ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തത് താനല്ല, വഴക്കിനെ തുടർന്ന് കാമുകനാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതെന്നും കിം സേറോൺ പറയുന്നത് വ്യക്തമാണ്. തുടർന്ന് സ്റ്റാഫ് അംഗം വിവാഹം കഴിഞ്ഞുവെന്ന് ചോദിക്കുമ്പോൾ ഞാനും പ്രമുഖനായ ഒരു വ്യക്തിയും വിവാഹിതരാണെന്നും എന്നാൽ ചടങ്ങ് കൊറിയയിൽ വെച്ചല്ല നടന്നതെന്നും നടി പറയുന്നു. തന്റെ കാമുകനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ലെന്നും അവനുമായി ബന്ധം വേർപെടുത്താൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും സേറോൺ പറയുന്നതായും പുറത്തുവന്ന വീഡിയോയിലുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. പിന്നീട് ഗർഭചിത്രം നടത്തിയെങ്കിലും അത് കാരണം ഞങ്ങൾ വിവാഹിതരായി. വിവാഹത്തിനായി കാമുകൻ നിർബന്ധം പിടിച്ചിരുന്നുവെന്നും താരം വ്യക്തമാക്കുന്നു. ന്യൂയോർക്കിലെ ഒരു കമ്പനിയിലെ ഓഫീസ് ജീവനക്കാരനെന്നാണ് കിം സേറോൺ തന്റെ ഭർത്താവിനെ വിശേഷിപ്പിച്ചതെന്നും യൂട്യൂബ് ചാനൽ പറയുന്നു. കക്കാവോ ടോക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെയുള്ള നടിയുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അദ്ദേഹത്തിനും ആക്സസ് ഉണ്ടായിരുന്നു. നടിയുടെ പേരിൽ പല ആശയവിനിമയങ്ങളും നടത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു. തങ്ങൾ വിവാഹിതരാണെന്ന് ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചുവെന്നും അതുകൊണ്ടാണ് അയാൾ വിവാഹ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതെന്നും നടി പറയുന്നതായും ലീ ജിൻ ഹോ അവകാശപ്പെടുന്നു. ഇക്കാര്യങ്ങളെല്ലാം നടിയുടെ കുടുംബത്തിനും അറിയാമായിരുന്നു. മുൻ കാമുകൻ കിം സെയോണിനെ നടിയുടെ കുടുംബമടക്കം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും കിം സേറോണിന്റെ മരണത്തിന്റെ കാരണം അവളുടെ വിവാഹമായിരുന്നു. കിം സേറോൺ മരിക്കുന്നതിന് മുൻപ് ഭർത്താവിനൊപ്പം US-ൽ താമസിച്ചിരുന്നു. ചലകരം ഉപയോഗിക്കാനും കക്കാവോ ടോക്ക് ഉപേക്ഷിക്കാനും കിം സേറോണിനെ നിർബന്ധിച്ചത് കിം സെയോൺ അല്ല, മറിച്ച് അത് അവളുടെ ഭർത്താവായിരുന്നു. അതേസമയം 2 ദിവസം മുൻപ് യൂട്യൂബർ ലീ ജിൻ ഹോയ്ക്കെതിരെ കിം സേറോണിന്റെ കുടുംബം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു. ക്യൂൻ ഓഫ് ടിയേഴ്സിന്റെ പ്രൊമോഷനുകൾക്കിടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണ് സേറോൺ കിം സെയോണിനൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതെന്ന് യൂട്യൂബർ അവകാശപ്പെടുന്നതായും കുടുംബം പറയുന്നു.